വർക്കർമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ? ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഇത് ജഗദീഷ് ചേട്ടാണ്, ഒരു സംശയമില്ല. ഈ ജഗദീഷ് ചേട്ടന് ഒരു സ്വഭാവമുണ്ട്. സ്വഭാവമല്ല, അദ്ദേഹത്തിന്റെ രീതി വെച്ചാൽ അയാൾ ഒരു നല്ല കോൺഗ്രസ്സുകാരനാണ്. ഒരു നല്ല കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യനെ അത്രയൊന്നും രാഷ്ട്രീയപരമായിട്ട് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല, ഒരു സംശയമില്ല. പിന്നെ ഈ പറഞ്ഞതിൽ ഒരു അല്പസ്വല്പ യാഥാർത്ഥ്യമില്ല എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. പലപ്പോഴും നല്ല അത്യാവശ്യം കുറച്ചൊക്കെ പദസമ്പത്ത് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ പദസമ്പത്തുകളെല്ലാം ആവശ്യമുള്ള സമയത്ത് തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് രാഷ്ട്രീയത്തിൽ കേട്ടോ, രാഷ്ട്രീയത്തിൽ ആവശ്യമുള്ള സമയത്ത് തന്നെയാണോ പ്രയോഗിക്കുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം. ഇവിടെ ഈ ഇദ്ദേഹത്തിനോട് ഒരു അഭിപ്രായം എന്ന രീതിയിലല്ല ചോദിച്ച ജഗദീഷ് ചേട്ടൻ, ഒരു അഭിപ്രായം എന്ന രീതിയിലല്ല ഉത്തരം പറഞ്ഞത്. എങ്ങനെയാണ് നമ്മുടെ ഇദ്ദേഹത്തെ അനുകരിക്കുക എന്നൊക്കെ ചോദിക്കുന്നിടയ്ക്കാണ്, എന്നാൽ നിങ്ങളിപ്പോൾ സുരേഷ് ഗോപി ചേട്ടനായിട്ട് അഭിനയിക്കില്ലേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ആയമാരെ സമരത്തെ കുറിച്ചൊന്ന് പറയാം. കൃത്യമായിട്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ ജഗദീഷ് ചേട്ടൻ അസലായിട്ട് സുരേഷ് ഗോപി ചേട്ടനെ അങ്ങോട്ട് ഊക്കി എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് നമ്മുടെ ജഗദീഷ് ചേട്ടൻ ഇത് അഭിനയിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സുരേഷ് ഗോപി ചേട്ടനിലേക്ക് വരാം. എന്താണ് സുരേഷ് ഗോപി ചേട്ടൻ ഈ ആശാ സമരവുമായി ബന്ധപ്പെട്ട് സുരേഷ് ചേട്ടന്റെ പ്രശ്നം എന്താണ്? ഇത്രയേ ഉള്ളൂന്നേ. ഈ ആശാ വർക്കർമാർക്ക് കിട്ടേണ്ട ഒരു വലിയ തുക അത് വർദ്ധിപ്പിക്കേണ്ടത്, ആ ഒരു തുക വർദ്ധിപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പദ്ധതി തന്നെയാണ് ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിൽ മാത്രം കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഇന്ത്യ മുഴുവൻ ഒട്ടുക്കതുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അതിന് പൈസ കൂട്ടേണ്ടത്, തത്തുല്യമായി പൈസ കൂട്ടേണ്ടത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ചുമതലയാണ്. എന്നാൽ ആ ചുമതല ഒട്ടുമേ അനുസരിക്കാതെ, അത് വഹിക്കാതെ ചുമ്മാ ഇവരെ മുമ്പിലേക്ക് വന്നിട്ട് ആളാവാൻ ശ്രമിക്കുകയാണ് സുരേഷ് ഗോപി എന്നാണ് ഇപ്പോൾ പൊതുവെയുള്ള ഒരു സംസാരം. എന്തായാലും ആളാവാൻ ശ്രമിച്ച് തന്നെ നമുക്ക് മനസ്സിലായി. 2 തവണ അവിടെ വന്നിട്ട് ഒരു തവണ അദ്ദേഹം മണിമുറ്റ താവണിപ്പന്തൽ ചൊല്ലി പാടിപ്പോയി. 2ാമത്തെ തവണ വന്നപ്പോൾ കൊട കൊടുത്തുപോയി. മഴ പെയ്യല്ലേ, എന്തായാലും സമരം ചെയ്യല്ലേ, കൊട പിടിച്ച് സമരം ചെയ്തോളൂ എന്നുകൊണ്ട് കൊട കൊടുത്തുപോയി. പിന്നെ അദ്ദേഹം അവിടേക്ക് വന്നില്ല. കാരണം ആശാ വർക്കർമാർ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കേന്ദ്രത്തിലുള്ള പൈസ കൂടി ഞങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ തീരുമാനം എടുത്തിട്ട് വന്നാൽ മതി എന്ന വർത്തമാനമൊക്കെ പറഞ്ഞു കൂടിയിട്ട് സംഗതി അവിടെ അവസാനിച്ചു. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ കൂടി പൈസ കൂട്ടേണ്ടത്. എനിക്ക് മനസ്സിലായ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, കേരള ഗവൺമെന്റ് ഇപ്പൊ പൈസ കൂട്ടിക്കൊടുക്കാൻ 5ന്റെ പൈസ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നിയമനം നടത്തുക എന്ന് പറഞ്ഞ പരിപാടി പോലും വലിയ പ്രയാസമായിട്ടാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ആവശ്യമായിട്ട്, അത്യാവശ്യമായിട്ട്, അല്ലെങ്കിൽ നിയമപരമായിട്ട് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട പല ഫണ്ടും ഇതുവരെയും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നർത്ഥം. എന്തിനേറെ ഇവിടെ പ്രളയവും മറ്റ് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ട് ഇങ്ങോട്ട് നിന്ന സഹായം തിരികെ വാങ്ങിച്ചു കൊണ്ടുപോവുക കൂടി ചെയ്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇങ്ങനെയുള്ള സമയത്താണ് ഇങ്ങനെ ഇപ്പുറത്തെ ആശാവർക്കന്മാരെ കൂടി അവരെ എന്താ പറയാ തള്ളിക്കൊണ്ട് ചില ആൾക്കാർ ഇപ്പോൾ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഗിമ്മിക്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത പഞ്ചായത്ത്, അടുത്ത നിയമസഭാ ഇലക്ഷൻ എത്തുന്നവരെ ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇവർക്ക് മാറ്റി തീർക്കണം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഊക്ക് ജഗദീഷ് ചേട്ടൻ കൊടുത്തത് അത്യാവശ്യം രസമായിട്ടുണ്ട്. അത്യാവശ്യം രസമായിട്ടുണ്ട്. ആശാ വർക്കർമാരുടെ സമരത്തെ കുറിച്ച് എന്താണ് കേന്ദ്രത്തിന്റെ? ആശാ വർക്കർമാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വൈഷമ്യങ്ങളിൽ നിന്നും ജീവിതത്തിൽ ഉഴലുന്ന ചില പ്രത്യയശാസ്ത്രപരമായ ചില അചഞ്ചലമായ ചില രൂപകൽപ്പനകൾ അവരുടെ മനസ്സിൽ അക്ഷന്തവ്യമായ ചില ഇമേജുകൾ ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഓരോ ഗോഗ്വാവിളികളും അതിനെ ചൊല്ലി ഉണ്ടാകുന്ന സമരങ്ങളും സമര പ്രത്യാഘാതങ്ങളും. എന്തായാലും അത് ഗംഭീരമാണ്. സുരേഷ് ഗോപി ചേട്ടനോട് വല്ല സംശയം ചോദിച്ചാലും അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉത്തരം പറയാറുള്ളത്. പലപ്പോഴും ഉത്തരം കിട്ടാറില്ല എന്നുള്ളതാണ്.